കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യല്? എനിക്ക് പ്രധാനമായിട്ട് ഇങ്ങനെ അത് എണ്ടി ഇറക്കുക അങ്ങനത്തെ പണിയാണ്. നിങ്ങളൊക്കെ എന്താ ചെയ്യലെന്നൊന്ന് പറയട്ടോ. അല്ലെങ്കിൽ കടന്നിറങ്ങുക. അതൊക്കെ അവര് നിങ്ങളെ പണി. കടന്നിറങ്ങൽ ഇരിക്കില്ല കേട്ടോ, കാരണം സമ്മതിക്കൂല എൻ്റെ മകൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും തല്ലും കുത്തും നടക്കും. അപ്പോൾ ഞാൻ പൂള വന്നിട്ടുണ്ടായിരുന്നു. പൂളൊക്കെ മേടിച്ചു കൊടുന്ന്. അപ്പം ഇന്ന് പൂളയും ബീഫും കൂടെ ഇട്ട് വെക്കാന്നുള്ള പ്ലാനിലാണ്. ബീഫ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അനിയന്മാരോടെല്ലാം ഒരു പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വേറൊരു അനിയനോട് പറഞ്ഞതാണ്, വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടീനോട്. അപ്പോൾ ഓന് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഓന് അങ്ങാടിക്ക് പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നലിജ് ബീഫും കൂടെ കൊണ്ടുവരാണ് കണ്ട് ഓൻ്റെ കയ്യിൽ പൈസ കൊടുത്തതായിരുന്നു. അപ്പോൾ എന്തായാലും ഓന് ബീഫ് കൊണ്ടുവരുമ്പോഴേക്കും നമുക്കിവിടെ നമ്മളെ പൂള, നിങ്ങളെന്താ പറയൽ? പൂളേനെ ഞങ്ങളിവിടെ പൂള എന്ന് പറയും. അപ്പോൾ നിങ്ങളെന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ. അറിയില്ലല്ലോ, പല ജില്ലയിലും പല പല പേരാവും. കൊള്ളി പറയണവരുണ്ട്, കപ്പ പറയണവരുണ്ട്. നമ്മളിവിടെ പൂള. എൻ്റെ പൂള വെട്ടണ കുത്തണ ഇടയിൽ കൂടെ ആരൊക്കെ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. വേറെ ആരും ആവില്ല, ഞാനും അനിയത്തിയും ഒക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ പൂളകൾ അങ്ങനെ തുണ്ടമായി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വണ്ടീൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ ബീഫ് ഒറ്റ വരികയാണോ എന്നുള്ളതിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാനായി. അപ്പം അതിൻ്റെ ഒരു എന്തായാലും അറിയാലോ വിഷമം ഉണ്ടാവുമെന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് പോവുക അറിയുമ്പോൾ അത് നമുക്ക് അത്രക്ക് സുഖമുള്ള പരിപാടിയല്ലല്ലോ. പിന്നെ പോയല്ലേ ഒക്കുള്ളൂ. മോൾക്ക് സ്കൂളുണ്ട്. അപ്പം പിന്നെ പോവല്ലാതെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ എൻ്റെ പൂളയോടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എന്താ എൻ്റെ പരിപാടി ഇതന്നെ. വേസ്റ്റ് ഒന്നും ഞാൻ കളയില്ല, അത് ചാക്കിലാക്കി വെക്കണ പരിപാടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ അമ്മയുടെ ഒരു അമ്മ എല്ലാ വേസ്റ്റ് ഇതിൽ ഇട്ടുകൊണ്ടു. പിന്നെ അതിൽ അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് മണ്ണും ഇടയ്ക്കും തലയ്ക്കോ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൽ എന്ത് കുഴിച്ചിട്ട് കൊടുത്താലും സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അമ്മ. ഞാനിങ്ങനെയാണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ കാരണം. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ പൂളേനൊന്ന് കഴുകണം. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കിയിട്ട് വേണം നമുക്കൊന്ന് വെക്കാൻ. ഇങ്ങനെ പുഴുങ്ങി ഉടച്ച് വെക്കണവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ ഒരു കൂട്ടാൻ പോലെ ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് അങ്ങനെ ബീഫ് അതിലിട്ട് വെക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും എന്തായാലും പൂള സെപ്പറേറ്റ് വെക്കും. പക്ഷെ ഇങ്ങനെ പുഴുങ്ങി ഉടച്ച് അങ്ങനെ വെക്കണവരുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ വെക്കരുതെന്നൊന്ന് പറയട്ടോ. പിന്നെ അതേപോലെ തന്നെ ബോട്ടിയും പൂളയും വയ്ക്കും. അത് എനിക്കിഷ്ടമാണ്. പക്ഷെ ബോട്ടി ഒന്നും ഇപ്പോൾ കിട്ടാൻ മാർഗമല്ല. ഇനി ഒരു പ്രാവശ്യം എന്തായാലും ബോട്ടി വയ്ക്കണം. അപ്പോൾ എന്തായാലും കപ്പ കഴുകിയെടുക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളെ ബീഫൊക്കെ എത്തിയിട്ടുണ്ട്. അത് അമ്മ അപ്പുറത്ത് അരിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനിവിടെ കപ്പ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ പ്രസാദം കഴിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെച്ചതാണ്. പക്ഷേ അത് എല്ലാവരും തിന്ന് തീർത്തു. അപ്പം അങ്ങനെ നമ്മളെ പൂളയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ബീഫ് വെന്തിട്ടുണ്ട്. പൂള കൈക്കിട്ട് അതൊക്കെ സെറ്റാവുന്നുണ്ട്. ഞാൻ ബീഫിൻ്റെ കൂടെ ഒന്ന് കടന്ന് വെന്തോട്ടല്ലേ കണ്ടോ. ഞങ്ങൾ പൂളയും കപ്പയൊക്കെ വെന്ത് സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ഭഗവാനെ, എന്താ അതിൻ്റെ ഒരു ചൊറുക്കില്ലേ. ഇത് മതി ഇപ്പം. ഇന്നിപ്പോൾ ചോറൊന്നും ഉണ്ടാവില്ല. ഇതന്നെ കറന്ന് എൻ്റെ തട്ടൽ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചിട്ട് വരാം. ടേബിളൊന്നും നോക്കണ്ട കേട്ടോ, അതൊക്കെ പൊട്ടീന്. അതൊക്കെ നമ്മൾ പുതിയ വീട്ടിൽ പോകുമ്പോൾ പുതിയത് വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ അതവിടെ കിടക്കട്ടെ, മാറ്റൂല. അപ്പം അങ്ങനെ ഫസ്റ്റ് ഉദ്ഘാടനം നമ്മൾ തേജുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.